ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ചിട്ട് 8 മാസം പിന്നിടുകയാണ്. 2 ആഴ്ച മുൻപാണ് ആൺകുഞ്ഞ് ആശുപത്രി വിട്ടത്. കുറ്റക്കാർക്കെതിരെ നടപടി വൈകുന്നത് മാനസികമായും സാമ്പത്തികമായും തകർന്ന കുടുംബത്തെ കൂടുതൽ തളർത്തുകയാണ്. ജനിച്ചു വീണപ്പോൾ 8 ദിവസത്തെ ആയുസ് പോലും ഡോക്ടർമാർ ഉറപ്പു നൽകിയിരുന്നില്ല. എന്നാൽ 8 മാസത്തിനിപ്പുറം അവൻ ജീവിതത്തിലേക്ക് പതുക്കെ കണ്ണു തുറന്നിട്ടുണ്ട്. ആൺകുട്ടിയാണെന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് നൽകിയതിനു പിന്നാലെ അവർ അവന് ഇസാൻ മുഹമ്മദ് എന്ന് പേരിട്ടു. ആലപ്പുഴ ലജനത്തിൽ അനീഷ് മുഹമ്മദ് സുർമി ദമ്പതികളുടെ 3ാമത്തെ കുട്ടി. 16-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാര്യം ഉറങ്ങി പോകുകയാണെങ്കിൽ ഇവന് ഫീഡിന് കൊടുത്തിരിക്കുന്ന ട്യൂബ് ഊരിയെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും കുഞ്ഞിൻ്റെ വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് പരാതി. ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ കാര്യമായ ഒരു നടപടിയുമില്ല. എല്ലാം ഇപ്പോൾ ശരിയാക്കാമെന്ന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് മറുപടി കത്തുകൾ ലഭിക്കുന്നുണ്ടെന്ന് മാത്രം. നടപടി പേപ്പറിൽ മാത്രം നടപടിയായിട്ടുണ്ട്. അതിൽ ബാക്കി കാര്യങ്ങൾക്ക് നടപടി ആകുമെന്ന് പറയുന്നതല്ലാതെ കണ്ട് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. ഡോക്ടർമാരും ലാബൊക്കെ അത് അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ടാക്സി ഡ്രൈവറാണ് അനീഷ്. 8 മാസത്തിലധികമായി ജോലിക്ക് പോകുന്നില്ല. കുട്ടിക്ക് ചികിത്സ സൗജന്യമാണെന്ന് പറയുമ്പോഴും ചിലപ്പോഴെങ്കിലും പലതിനും പണം ചെലവാക്കേണ്ടി വരുന്നുണ്ട്. മറ്റു കുട്ടികളുടെ പഠിത്തം അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെല്ലാം ഞങ്ങളുടെ നഷ്ടപ്പെട്ട് എൻ്റെ വൈഫും ഞാനും ഈ റൂമിനകത്ത് ഈ 4 ചുവരിനകത്ത് അടങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ കുഞ്ഞിന്റെ മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ട് മാസങ്ങൾ പലതു കഴിഞ്ഞു. സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് ആ ഫയലും ഉറക്കത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.